കാണാം. നമ്മൾ ഏത് ക്ലാസ് തുടങ്ങുമ്പോഴും സാറ്റിൽ വരുന്ന സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടും. അതിനുശേഷമായിരിക്കും മാറ്റിൽ ഒരു ടോപ്പിക്കിന് എടുക്കുക. മാറ്റിലെ ഒരു ടോപ്പിക്ക് കൗണ്ടിങ് ഫിഗേഴ്സിലെ കുറച്ചുകൂടി കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അത് മുമ്പ് കുറച്ച് ക്ലാസ് കിട്ടിയ കുട്ടികളുണ്ടാവും, പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അതില് ഇവിടെ ഇന്ന് വരുന്ന ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. സാറ്റിൽ ഈ ഒരു ചോദ്യമാണ്. ശരിക്കും ഈ ഒരു ഫിഗർ കൊണ്ട് ഞാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ചോദ്യം ആർക്ക് പറയാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞില്ലേ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് എന്നുള്ള ചോദ്യം സാറ്റിലാണ് വരിക, സോറി മാറ്റിലാണ് വരിക. പക്ഷെ ഇത് സാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാകുമ്പോൾ ഇവിടെ റെക്ടാങ്കിൾസിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് 1, 2, 3, 4, 5 റെക്ടാങ്കിൾസ് കാണാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. ഈ 5 ചെറിയ റെക്ടാങ്കിൾസ് വെച്ചിട്ടാണ് ഈ ഒരു ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വിഡ്ത്ത്, അതായത് വീതി 4 സെന്റിമീറ്റർ നിങ്ങൾക്ക് തരികയാണ്. ഒരെണ്ണത്തിന്റെ വീതി നിങ്ങൾക്ക് തരികയാണ് 4 സെന്റിമീറ്റർ എന്നാണ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ മൊത്തം ഫിഗറിന്റെ ഏരിയ എത്രയായിരിക്കും, അല്ലെങ്കിൽ പരപ്പളവ് എത്രയായിരിക്കും? ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കൂ ധ്യാന, വ്യക്തമായിട്ട്. ഈ ഫിഗറില് ഒരു റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ആ ഒരു മെഷർമെന്റ് മാത്രം തന്നുകൊണ്ട് ഈ മുഴുവൻ ഫിഗറിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓപ്ഷൻ തരാം. ഓപ്ഷൻ കിട്ടിയാൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. 160 സെന്റിമീറ്റർ സ്ക്വയർ ആണോ, 256 ആണോ, 320 ആണോ, അല്ലെങ്കിൽ 400 ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആൻസർ കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ. ആ കമന്റ് ചെയ്തതിനനുസരിച്ച് നിങ്ങൾക്ക് വിളിച്ചു പറയാം. 160 ടൈപ്പ് ചെയ്യുന്നുണ്ട് സാർ. 160 ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് ആലോചിക്കാതെയാണോ ടൈപ്പ് ചെയ്യുന്നത്? 160 256 320 400. ഇതാണ് ഓപ്ഷൻസ്. സാർ 256 ചെയ്തിട്ടുണ്ട്. എത്ര? 256 പറയുന്നത്. നിങ്ങൾ പറയുന്നുണ്ട്. എല്ലാം പറയാം. എല്ലാവരെയും നിങ്ങൾ എന്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. ശരിയാണ്. ഞാൻ പറഞ്ഞത് ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗറിൽ 1, 2, 3, 4, 5 കൊടുത്തിരിക്കുന്നത്. ഈ 5 റെക്ടാങ്കിൾസും ചതുരങ്ങളും ചെറിയ ചതുരങ്ങളും തുല്യമാണെന്ന് പറഞ്ഞു. നീളവും വീതി തുല്യമാണ്. അങ്ങനെ തുല്യമായെങ്കിൽ ഇവിടെ ഒരെണ്ണത്തിന്റെ വീതി മാത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. എങ്കിൽ ഇത് മുഴുവൻ ഫിഗറിന്റെയും ഏരിയ എത്രയാണ് എന്നാണ് എന്റെ ചോദ്യം. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നുണ്ട് എനിക്കൊന്ന് അറിയണം. എല്ലാവർക്കും സംസാരിക്കാം. പറയും. ശരി 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 ശരി. അപ്പോൾ 320 ആണ് ശരിയായ ഉത്തരം. 320 ആണ്. ഈ 320 എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോല്ലേ, ഇത് 4, ഇത് 4, ഇത് 4, ഇത് 4. അപ്പോൾ ഈ ഭാഗം മൊത്തം എത്രയാണ് മുഹമ്മദ് റഷാദ്? 16. ഇത് 16 കിട്ടി, അത് 16 കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ടാവും? 16. അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടെ നീണ്ടല്ലോ. 16 ഉം 4 എത്രയാണ്? 20. ഈ ഭാഗത്ത് 20ഉം
ഈ ഭാഗത്ത് 16 കിട്ടുക. അപ്പൊ 20നെ 16 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 320. അപ്പൊ 160ഉം 256 ഒക്കെ ടൈപ്പ് ചെയ്ത കുട്ടികൾ ഇതിലുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ചോദ്യം ശരിക്കും വായിച്ചു നോക്കുക, എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. ഞാൻ അതൊന്ന് വിവരിച്ചു കൊടുക്കാൻ പോകണം. ഈ ഫിഗർ തന്നിരിക്കുന്ന ഒരു റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഈ ഒരൊറ്റ മെഷർമെന്റ് അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാ റെക്ടാങ്കിൾസും ഈക്വൽ ആണെന്നും. ഇനി നമ്മൾ ഈ ഒരു ഫുൾ ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഒരു റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ എല്ലാ റെക്ടാങ്കിളിന്റെയും ബ്രെഡ്ത്ത് 4 ആണല്ലോ. അപ്പം ഏറ്റവും മേലെയുള്ള 4 റെക്ടാങ്കിൾസിന്റെ ബ്രെഡ്ത്ത് 4 ആകുമ്പോൾ ഇതിന്റെ ഈ ഒരു ഫിഗറിന്റെ ആ 4 റെക്ടാങ്കിൾസും കൂട്ടി വെച്ചിട്ടുള്ളത് 4 × 4 16 ആയിരിക്കും. താഴെയുള്ള റെക്ടാങ്കിൾ കൂട്ടാതെ മറ്റ് റെക്ടാങ്കിൾ എല്ലാം കൂടിയുള്ള സ്ക്വയർ ആണ്. അപ്പം അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ആയിരിക്കും. പിന്നെ അതിന്റെ കൂടെ താഴെയുള്ള റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തും കൂടി കൂട്ടിയിട്ടുള്ള 4 കൂട്ടുമ്പോൾ ഈ ഒരു ഫിഗറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 + 4 20 ആകും. ഇനി മേലെയുള്ള 16ഉം സൈഡിലുള്ള 20യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഏരിയ 320 എന്ന് കിട്ടും. അപ്പം അത് മറ്റുള്ള കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. ശരി, ഉറക്കെ വിളിച്ചു പറയാം. ഓക്കെ, ഇനി മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ഇത് അടുത്ത ഒരു ചിത്രം വരുന്നു. ഇതിൽ കുറെ ട്രയാങ്കിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാം, കുറെ ആംഗിൾസ് കാണാം. ശ്രദ്ധിച്ചിട്ടാണ് ഉത്തരം പറയാവൂ. നിങ്ങൾ തന്നെ പറയൂ, ഓപ്ഷൻ വേണോ വേണ്ടിയോ? ഓപ്ഷൻ തരാം. ഞാൻ ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ, കാരണം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ചില കുട്ടികൾക്ക് അത് പ്രയാസമുണ്ട് പറയുന്നത്. ശരി, ഇവിടെ കുറെ ട്രയാങ്കിൾ കാണുന്നുണ്ട്. പക്ഷെ ട്രയാങ്കിളിനെ പറ്റി അല്ല ചോദ്യം വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ആംഗിൾസിന്റെയും സം എത്രയാണ്? ഈ കൊടുത്തിരിക്കുന്ന എല്ലാ കോണുകളുടെയും, ഇതിൽ കാണുന്ന എല്ലാ കോണുകളുടെയും സമ്മ് തുക എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ തരാം, ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കൊടുത്താൽ മതി. ഇതിലെല്ലാ കോണുകളുടെയും തുക എത്രയാണ്? 900 ഉണ്ട്, 1080 ഉണ്ട്, 1800 ഉണ്ട്, അതെ 1980 ഉണ്ട്. ടൈപ്പ് ചെയ്യാം. 1080 ആണ്. അത് എങ്ങനെയാ കിട്ടുന്നത്? 180 × 6. അതായത് ഇവിടെയുള്ള എല്ലാ എണ്ണിയൊക്കെ 1 2 3 4 5 6 ട്രയാങ്കിൾസ് അവിടെ ഉണ്ടെങ്കിൽ ഓരോ ട്രയാങ്കിളിന്റെയും കോണുകളുടെ മൊത്തം തുക നിങ്ങൾക്ക് അറിയാലോ, 180 ആണെന്ന സത്യം. അപ്പൊ 180നെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 1080 കിട്ടും. അപ്പൊ അവിടുത്തെ ചോദ്യം അങ്ങനെ വന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒരു വർഷം പരീക്ഷയ്ക്ക് വന്നതാണ്. നിങ്ങൾക്ക് സാറ്റിൽ വന്ന ഒരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. 2017 എന്റെ ഓർമ്മ. 33 × 444 × 5555 divided by 666 into 7777 into 88 എത്രയാണെന്നാണ് ചോദ്യം. ചോദ്യം കണ്ടാൽ കുറച്ച് ടെൻഷനൊക്കെ തോന്നും, പക്ഷെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. ഇനി ഓപ്ഷൻസ് വേണമെങ്കിൽ ഞാൻ തരികയും ചെയ്യാം. ഓപ്ഷൻസ് വേണോ? കോഹോസ്റ്റ് എന്ന് പറയുന്നു. വേണം സർ. വേണം.
അപ്പൊ ഓപ്ഷൻസ് തന്നെ എഴുതി വെച്ചോളൂ മക്കളെ. 5/28 ഉണ്ട്, 7/30 ഉണ്ട്, 9/25 ഉണ്ട്, 21/45 ഓപ്ഷനിൽ ഉണ്ട്. നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യാം. ചോദ്യം ഒന്ന് വായിച്ചേ ധ്യാന. 33 into 444 into 5,555 divided by 666 into 7,777 into 88. Options. Options 5/28, 7/30, 21/45, 9/25. ഇത്രയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതില് കുട്ടികൾ ആരെങ്കിലും കമന്റ് ചെയ്തോ? 21/45 കമന്റ് ചെയ്തിട്ടുണ്ട് സർ. എങ്കിൽ അവരോട് ആ സന്തോഷ വാർത്ത അറിയിക്കൂ, ആ ഉത്തരം തെറ്റാണെന്ന്. വേറെ ഏതെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ? 5/28. 5/28 ശരിയാണ്. 5/28 കമന്റ് ചെയ്ത ഒരു കുട്ടീനെ നമുക്ക് വിളിക്കാം. ഏതെങ്കിലും ഒരു കുട്ടി 5/28 പറഞ്ഞ കുട്ടി ഒന്ന് മുന്നോട്ട് വന്നാൽ നന്നായിരുന്നു. ആരാണ്? ഒരു കുട്ടിക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാം. 5/28 പറഞ്ഞ ഒരു കുട്ടി ആരാ? മൈക്ക് ഇപ്പോൾ ഓണാണ്, പറയാം. ശരി, അപ്പൊ ആരും പറയുന്നില്ല. ഗസ് ചെയ്താന്ന് തോന്നുന്നു. ആരാ? മീനാക്ഷി. മീനാക്ഷി. ഓ, മീനാക്ഷി എവിടെയായിരുന്നു ഇത്രയും കാലം? ഒന്നും മിണ്ടുന്നൊന്നുമില്ലല്ലോ. ആ മീനാക്ഷി, എങ്ങനെയാണ് ഈ 5/28 കിട്ടിയത്? മീനാക്ഷി അവിടെ ഒരു മിനിറ്റ്, ഒരു ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്നു മോളെ. മറ്റുള്ള കുട്ടികളുടെ മൈക്കിൽ നിന്ന് മ്യൂട്ട് ചെയ്താൽ മീനാക്ഷിക്ക് സംസാരിക്കാമായിരുന്നു. മീനാക്ഷി പറഞ്ഞോളൂ. 5,555 by 666 into 7,777 into 88 എന്നാണ്. അതെ, ആണ്. അപ്പോ നമുക്ക് 33/88 നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി, മീനാക്ഷിക്ക് മനസ്സിലായി. മീനാക്ഷി, ഞാനൊന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാരണം വേറെ ആരോ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഈ കുട്ടികൾക്ക് കോഹോസ്റ്റ് ആവാനുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഞങ്ങളൊരു 5:15 ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് മുന്നോട്ട് വന്നാകും. മീനാക്ഷിയൊക്കെ ഒന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10-20 കുട്ടികൾക്കെല്ലാം കോഹോസ്റ്റ് ആകാൻ പറ്റും, മാറി മാറി സംസാരിക്കാൻ പറ്റും. ശരി, മീനാക്ഷി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഈ 33ഉം ഈ 88ഉം തമ്മിൽ നമുക്കൊന്ന് പൊരുത്തപ്പെടാം. 33നെയും 88നെയും ഏത് ഒരേ സംഖ്യ കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. 33നെ നിങ്ങൾക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 88നെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഒരു ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ വിലക്ക് മാറ്റം വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് ഫ്രാക്ഷന്റെ കാര്യത്തിൽ. ഇപ്പൊ 33ഉം 88ഉം 33ൽ 11 3 തവണ പോകും, 88ൽ 11 8 തവണയും പോകും. 11 × 8 88 ആണ്. ഇനി അതവിടെ നിന്നു. ഇനി നമ്മൾ 444നെയും 666നെയും സൂക്ഷിച്ചു നോക്കുന്നു. 444നെ നമുക്ക് 11 കൊണ്ടല്ല 111 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 111നെ നിങ്ങൾക്കറിയാം, 111നെ 4 കൊണ്ട് ഗുണിച്ചാൽ 444ആണ്. അപ്പൊ 444നെ 111 ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 666നെ 111 ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. അപ്പൊ എല്ലാം ചെറുതായി ചെറുതായി വരികയാണ്. ഇനി 5555 എന്ന സംഖ്യയെ ഞാൻ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ഉറക്കെ നിങ്ങൾ പറയൂ. 1111 കൊണ്ട് ഇതങ്ങ് 5ആവും. ഇവിടെ 7777നെ 1111 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതങ്ങ് 7 ആവും.
എല്ലാം ചെറുതായി വന്നു. എന്നാലും നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം മുന്നോട്ട് പോട്ടെ. ഈ 3നെയും 6നെയും നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. 3 3 ഒരു പ്രാവശ്യം, 6 2 പ്രാവശ്യം. ഈ 4നെയും 8നെയും സൂക്ഷിച്ചു നോക്കൂ. 4 4 ഒരു പ്രാവശ്യം, 8 2 പ്രാവശ്യം. കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം. 1 × 1 × 5 5 ബൈ 2 × 7 × 2 2 4 7 4 28 5/28 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് സർ. 5/28 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5/28 നമ്മുടെ ശരിയായ ഉത്തരം. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറയാം. അപ്പൊ ധ്യാന കുറച്ച് കുട്ടികൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് 5/28 കിട്ടിയതൊന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വിശദീകരിക്കാം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുണ്ട് കുറച്ച്. In this problem, the question is that 33 into 444 into 5555 divided by 666 into 7777 into 88. So here we can divide 33 and 88 by 11. 33 divided by 11 will be the 3 and 88 divided by 11 will be 8. And 444 and 666 can be divided by 111. So 444 divided by 111 will be 4. 666 divided by 111 will be 6. And 5555 and 7777 can be divided by 1111. 5555 divided by 1111 will give you 5. 7777 divided by 1111 will give you 7. So you got it as 3, 4, 5 as the numerator and 6, 7, 8 as the denominator. In case of 3 and 6, there is 1 3 in 3 and 2 3s in 6. So you can write it as 1/2. And in case of 4 and 8, there are 1 4 in 4 and 2 4 in 8. So you can write it as 4/8, and you cannot and 7 and 5 as it is. So 1 into 1 into 5 will be 5. 2 into 7 into 2 will be 28. That's how we got 5/28. 5/28 is the right answer. ഇപ്പൊ മനസ്സിലാത്തൊരു വീണ്ടും വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചാൽ മതി. നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിവരിക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ നേരത്തെ കാലത്ത് ക്ലാസ് കയറിയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങളെ പരീക്ഷാ ഹാളിലേക്ക് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് പല കുട്ടികൾക്കുള്ള ഒരു സംശയം ഇതാണ്: ഈ വരുമാന സർട്ടിഫിക്കറ്റ് ആരുടെ പേരിൽ വാങ്ങണം? കുട്ടിയുടെ പേരിൽ വാങ്ങാം, രക്ഷിതാവിന്റെ പേരിൽ വാങ്ങാം. പക്ഷേ അത് സാധാരണഗതിയിൽ ചെയ്യുന്നതായതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാനും പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: നിങ്ങൾ കൊടുക്കുന്ന പാസ്ബുക്കിലുള്ള നിങ്ങളുടെ പേരും, ബാങ്ക് പാസ്ബുക്കിലുള്ള പേരും, ആധാർ കാർഡിന്റെ പേരും, സ്കൂളിലെ പേരും ഒക്കെ ഏകദേശം ഒരുപോലെ ആകുന്ന രീതിയിൽ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതിന്റെ എമൗണ്ട് കിട്ടുന്ന സമയത്ത് ചെറിയ പ്രശ്നം വരും. മാറ്റി കൊടുക്കുകയൊക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി വരുമാന സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് ഇപ്പോഴേ കൊടുക്കാം. കാരണം ഏതൊരു സർട്ടിഫിക്കറ്റും 6 മാസത്തെ പരിധിയുണ്ട്. 6 മാസത്തിലുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ ചെയ്ത് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അത് കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അക്ഷയ കേന്ദ്രം വഴിയാണെങ്കിൽ ആ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സ്ലിപ്പ്, ഒരു റെസീറ്റ്, അത് നിങ്ങളുടെ സ്കൂളിലെ HM-നെയോ അല്ലെങ്കിൽ ചാർജുള്ള ടീച്ചറെയോ ഏൽപ്പിക്കണം. കാരണം പല കുട്ടികൾ അത് വീട്ടിൽ വെക്കും. കാരണം സ്കൂളിൽ നിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്, HM-ന് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയും ഓൺലൈൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ നിങ്ങൾ ആ സ്ലിപ്പ് ഒന്ന് അവിടെ HM-നെ കൊണ്ടുവച്ച് ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരാതെ നിൽക്കുന്നവരാണ്, നിങ്ങൾക്ക് അതിന്റെ പ്രയാസം മനസ്സിലാവും. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ഇപ്പൊ ആദ്യമായിട്ട് അപേക്ഷിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. ആ വരുമാന പരിധി 3.5 ലക്ഷമാണ്. അതിൽ താഴെയുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇനി മറ്റു കുട്ടികളുടെ സംശയം, ഇതിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് SC/ST വിഭാഗക്കാർക്ക് മാത്രം മതി, അല്ലാത്തവർക്ക് ആവശ്യമില്ല. ഇനി ഞാനൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കോ പേരൻസിനോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ആ ചോദിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഇപ്പൊ ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. എന്തെങ്കിലും ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതാണ് നല്ലത്. നാഷണലൈസ്ഡ് ബാങ്ക് SBT, SBI ആണ്, കാനറ ബാങ്ക്, പിന്നെ നിങ്ങളുടെ ഫെഡറൽ ബാങ്ക്, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ഉള്ള അക്കൗണ്ടുകൾ പറ്റും. ഈ പറഞ്ഞ ഗ്രാമീണ ബാങ്ക് പറ്റും, ഗ്രാമീണ ബാങ്ക് പറ്റും. ഈ സർവീസ് ബാങ്കിലുള്ള അക്കൗണ്ട് അതെല്ലാം പറ്റും. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. നാഷണലൈസ്ഡ് ബാങ്കിലാണോ എന്ന് ചോദിച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. അതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങളുടെ സമീപത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്താൽ മതി. അക്കൗണ്ട് എടുക്കാൻ ഇപ്പൊ ഒരു പ്രയാസമില്ല, നേരെ പോയാൽ മതി. ആ അക്കൗണ്ട് പാസ്ബുക്കിന്റെ കോപ്പി അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് ആധാർ കാർഡിൽ അതേ പേര് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സാറ് ഈ സ്കോളർഷിപ്പ് കൊണ്ട് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. ആരാ കുട്ടിയുടെ പേര്? നിങ്ങളെ കുട്ടിയുടെ പേരെന്താ? ഫാത്തിമ സാജിദ്. ഏത് സ്കൂളാ? CD സാഹിബ്, തളിപ്പറമ്പ്. ഓക്കെ. അതില് സ്കോളർഷിപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങള് കുട്ടി ഈ സാറ്റ്, മാറ്റ് എന്നീ 2 പേപ്പറാണല്ലോ ഇതിനുള്ളത്. സാറേ കേൾക്കുന്നുണ്ട്? ഈ 2 പേപ്പറിലും ഒരു കുട്ടിക്ക് മിനിമം വേണ്ടത് 36 72 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എലിജിബിൾ ആണ്. അപ്പൊ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിന്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങൾ റിസൾട്ട് അടിച്ചു നോക്കുന്ന സമയത്ത് സാറ്റില് 36, മാറ്റില് 36 അധികം കിട്ടുകയാണെങ്കിൽ ദാറ്റ് ചൈൽഡ് ഈസ് എലിജിബിൾ. അപ്പൊ എലിജിബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ നേരത്തിൽ ഒരു പച്ച മഷീന്റെ ടിക്ക് കാണാം. അതേ സമയത്ത് ആ കുട്ടി ഇപ്പം തളിപ്പറമ്പ്, എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലാണെങ്കിൽ കണ്ണൂർ ജില്ലയില് 400 കുട്ടികളെയാണ് മൊത്തം ഇതിൽ, അല്ലെങ്കിൽ 400-ൽ 380 ആണെന്ന് എന്റെ ഓർമ്മ. മൊത്തം 380 കുട്ടികളെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി 380 കുട്ടികളിൽ ആൾ വന്നിട്ടുണ്ടോ എന്നറിയാൻ രണ്ടാമത്തെ ടിക്ക് നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തെ പച്ച ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ട് എന്നാണ് അർത്ഥം. ആ അർഹതയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കട്ട് ഓഫ് മാർക്ക്, അവിടെ ആ സമയത്ത് കട്ട് ഓഫ് മാർക്ക് കണ്ണൂർ ജില്ലയിൽ 140 ആണെങ്കിൽ 180ന്റെ അടുത്തോട്ടുള്ള 140 380 കുട്ടികളിൽ നിങ്ങളെ കുട്ടി ഉൾപ്പെട്ടു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ആ ഒരു സംഗതി വരുന്ന സമയത്ത് നിങ്ങൾ 380 പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് 12,000 രൂപ ഒരു വർഷത്തേക്ക് 4 വർഷത്തേക്ക് 48,000 രൂപ ലഭിക്കും. പക്ഷേ സർട്ടിഫിക്കറ്റ് മാത്രം കൊണ്ടുള്ള ഉപകാരം എന്താന്ന് പറഞ്ഞാൽ, +1 അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഗ്രേസ് മാർക്കിൽ പരിഗണിക്കും. അതാണ് വലിയ ബെനിഫിറ്റ്. പിന്നെ സർവോപരി ഇതിന്റെ വേറൊരു ഗുണം, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞാൻ ഉറപ്പ് തരികയാണ്, ഈ കുട്ടികൾക്കെല്ലാം 10th സ്റ്റാൻഡേർഡ് A+ ആയിരിക്കും. കാരണം അങ്ങനെ രാവിലെ ഉണർന്ന് ഇത് സ്കോളർഷിപ്പിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു. അപ്പം ഭാവിയിൽ അത് ഒരു വലിയൊരു ഉപകാരമായിട്ട് വരും. മാത്രമല്ല, ഇപ്പം സർക്കാർ ആലോചിക്കുന്ന വേറൊരു കാര്യം, 9ാം ക്ലാസ്സിൽ ഒരു സ്കോളർഷിപ്പ് വരാൻ പോവുകയാണ്. അത് ഈ വർഷം വരും, അടുത്ത വർഷം വരും നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 9ാം ക്ലാസ്സിലെ പരീക്ഷ, പിന്നെ NTSC എന്നുള്ള പരീക്ഷ 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അതിപ്പം നിർത്തിയിട്ടുണ്ട്. അത് വീണ്ടും അടുത്ത വർഷം വരാൻ പോവുകയാണ്. അപ്പൊ ഇവര് 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അതൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പൊ ഡൗട്ട് ഞാൻ അവിടെ 21-ാം തീയതി തളിപ്പറമ്പിലുണ്ട്. 21-ാം തീയതി പറ്റുമെങ്കിൽ അവിടെ വരും, നമുക്ക് നേരിട്ട് കാണാം. തീർച്ചയായിട്ടും. പേരെന്താ? എന്താ പേര് നിങ്ങളെ? എന്റെ പേര് സാജിദ്. സാജിദ്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ ലീവിന് വന്നതാണ്.
ഓക്കെ, വളരെ സന്തോഷം. കുട്ടികളുടെ കൂടെ തന്നെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചതായിട്ടും, കാരണം രക്ഷിതാക്കൾ കൂടെ ഇരിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ ഏതായാലും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ കുറെ രക്ഷിതാക്കൾ കൂടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, ഞങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കോട്ടെ. തീർച്ചയായിട്ടും സന്തോഷം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The sum of the product of two alternate natural number is 255. What is its sum? ധ്യാന, ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കുമോളെ. The product of two alternate natural number is 255. What is its sum? What is its sum? ഇതിന്റെ മലയാളം ഞാൻ വായിക്കാം. കുട്ടികള് മലയാളം മീഡിയം കുട്ടികൾ ആ മലയാളം മീഡിയം ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നിടവിട്ട രണ്ട് സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 255 ആകുന്നു. ഒന്നിടവിട്ട രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 255 ആയാൽ ആ രണ്ട് എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? The product of two alternate natural number is 255, 255. What is its sum? കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. ഒന്നിടവിട്ട രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലമാണ് 255 എന്ന് പറയുന്നു. എങ്കിൽ ആ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? എത്രയാണ് ധ്യാന കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത്? 30 എന്ന ആൻസർ തെറ്റാണെന്ന് അവരോട് പറയും മക്കളെ. 30 എന്ന ആൻസർ ശരിയല്ല എന്ന് പറയും. അപ്പൊ 30 തന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്യല്ലേ. വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും? ഓ, 50 വരുന്നുണ്ട്. 50യും ആൻസർ തെറ്റാണെന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കൂ. 30 എന്ന ആൻസറും തെറ്റാണ്, 50 എന്ന ആൻസറും തെറ്റാണ് എന്ന് സന്തോഷ വാർത്ത അവരെ അറിയിക്കൂ. പിന്നെന്താ? ഞാനും ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്കിതുവരെ ആൻസർ കറക്റ്റിങ് വന്നിട്ടില്ല. ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഗസ് ചെയ്ത് ഇങ്ങനെ ആരും പറയരുത്. ആൻസർ അറിയാമോ ഇല്ലയോ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. എല്ലാ കുട്ടികളും ടൈപ്പ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു ഉത്തരം വന്നിട്ടുണ്ട്. ആ ഉത്തരം വന്ന കുട്ടികൾ മുന്നോട്ട് വരട്ടെ. 32 എന്ന ആൻസർ ടൈപ്പ് ചെയ്ത കുട്ടി അറിയാലോ? 32. സ്ക്രീൻ കാണുന്നില്ല. ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ ധ്യാന? കാണുന്നുണ്ടോ ധ്യാന? കാണുന്നുണ്ട്. അപ്പൊ അവന്റെ ഫോണിന്റെ കുഴപ്പമാണ്, ആ കുട്ടിയുടെ ഫോണിന്റെ കുഴപ്പമാണെന്ന് അവനെ അറിയിക്കൂ. ശരി, 32 എന്ന ആൻസർ ടൈപ്പ് ചെയ്ത ഏതെങ്കിലും കുട്ടി ഇതിലുണ്ടോ? ഓ, ആര്? പേര് പറയൂ കൃത്യമായിട്ട്. കിട്ടുന്നില്ല, എനിക്കിങ്ങോട്ട് കിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല. ഓ, നസിൻ. ഏത് സ്കൂളാ? കോക്കല്ലൂർ സ്കൂളിലെ നസിനാണ്. നസിൻ, എങ്ങനെയാ 32 കിട്ടിയത്? സർ 15 സ്ക്വയർ ആണല്ലോ. 15 സ്ക്വയർ. അപ്പൊ അതിന്റെ അടുത്തുള്ള സംഖ്യകൾ എനിക്ക് ചെയ്ത് നോക്കിയപ്പോ ഇത് കിട്ടി 255. ശരി, മനസ്സിലായി. ശരി, ഞാൻ ഇടപെട്ടോട്ടെ നസീൻ. പിന്നെ ഇവിടെ നസീൻ പറഞ്ഞ ഉത്തരം ശരിയാണ്, 32 കിട്ടിയത് ശരിയാണെന്ന് മനസ്സിലായി. പക്ഷെ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം
ഈ 255 തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ 1 കൂട്ടുക. 255ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ് മുഹമ്മദ് റഷാദ്? 256 ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന എല്ലാ സംഖ്യകളുടെ കൂട്ടത്തിലും ഈ രീതിയിൽ ഒന്നിടവിട്ട 2 എണ്ണൽ സംഖ്യകളുടെ, അല്ലെങ്കിൽ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ, അല്ലെങ്കിൽ തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളെ, ഒന്നിടവിട്ട 2 എണ്ണൽ സംഖ്യകളുടെ, ഇപ്പൊ 1 കഴിഞ്ഞാൽ 3, അത് ഒന്നിടവിട്ട 2 എണ്ണൽ സംഖ്യകളാണ്. അതിന്റെ ഗുണനഫലത്തോട് നിങ്ങൾ 1 കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു വർഗസംഖ്യ കിട്ടുക, സ്ക്വയർ നമ്പറാ കിട്ടുക. ഇവിടെ ഒന്നിടവിട്ട് 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 255 തന്നിട്ടുണ്ടെങ്കിൽ ആ 255ന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന 286 ഒരു വർഗസംഖ്യയായിരിക്കും. ആ 286 എന്ന സംഖ്യ 16ന്റെ സ്ക്വയർ ആണ്. 16നെ 16 കൊണ്ട് ഗുണിച്ചാലാണ് നിങ്ങൾക്ക് 286 കിട്ടുക. അപ്പോൾ 286 16ന്റെ സ്ക്വയർ ആണ്. പിന്നെ നിങ്ങളോട് ചോദിച്ചത് ആ 2 എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? നടുക്കാത്ത സംഖ്യ ആയിരിക്കും 16, അത് ഇരട്ട സംഖ്യയാണ്. ഇനി തൊട്ടപ്പുറത്തെ സംഖ്യകൾ ഒന്നിടവിട്ട സംഖ്യകളാണ്. അതായത് 16ന്റെ ഇപ്പുറം 15, 16ന്റെ അപ്പുറം 17. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് വളരെ വ്യക്തമായ ചോദ്യമാണ്. ഈ 15ഉം 16 തമ്മിൽ 15ഉം 17 തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 255 കിട്ടിയത്. 255 15 × 17 ആണ്. പിന്നെ നിങ്ങളോട് ചോദിച്ചത് എന്താണ്? ഈ 15ഉം 17 കൂട്ടിയാൽ എത്ര? അതിനും നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഈ 16ന്റെ ഇരട്ടി എടുത്താൽ മതി. 16ന്റെ ഇരട്ടിയായ 32 ഉത്തരം. ഒന്നുകൂടി പറയാം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിടവിട്ട 2 എണ്ണൽ സംഖ്യകൾ, ഇപ്പം 4 എന്ന സംഖ്യ എടുത്തു, അടുത്ത ഒന്നിടവിട്ട സംഖ്യ 4 കഴിഞ്ഞാൽ പിന്നെ 6 ആയിരിക്കും. നിങ്ങൾ 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടും. ആ 24നോട് നിങ്ങൾ 1 കൂട്ടിയാലോ 25 കിട്ടും. ആ 25 ഒരു സ്ക്വയർ നമ്പറാണ്. ആ സ്ക്വയർ നമ്പർ ആകട്ടെ ഈ നടുക്കുള്ള സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ 5ന്റെ സ്ക്വയർ ആയിട്ട് 25. നിങ്ങളോട് ചോദിക്കുന്നത് 6ഉം 4ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? ആ 5ന്റെ ഇരട്ടിയായിരിക്കും, 10 ആയിരിക്കും. ഒന്നുകൂടി പറയാം, വേറൊരു ചോദ്യം എടുത്തിട്ട് ചെയ്യാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇതേ ചോദ്യം ഞാൻ വേറെ രീതി ചെയ്യുന്നത്, പെട്ടെന്ന് ഉത്തരം പറയണം നിങ്ങൾ. ഇതാ ചോദ്യം, ഇതാ വരുന്നു, പിടിച്ചോളൂ. ഒന്നിടവിട്ട 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം ഞാൻ നിങ്ങൾക്ക് തരുന്നു 899 എങ്കിൽ ആ എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. ഒന്നിടവിട്ട 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 899 ആയാൽ ആ എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? എത്രയാണ് കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത്? 60 ആണ്. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 899ന്റെ കൂടെ 1 കൂട്ടുക, നിങ്ങൾക്ക് 900 കിട്ടും. ആ 900ന്റെ സ്ക്വയർ റൂട്ട് 30 ആണ്. 30ന്റെ ഇരട്ടി 60 കാരണം നടുക്കുള്ള സംഖ്യ നിങ്ങൾക്ക് 30 കിട്ടും. അപ്പൊ അപ്പുറത്തെ ഇപ്പുറത്തെ സംഖ്യകൾ ഒന്ന് 29 ആണ്, മറ്റത് 31 ഈ 29 31 കൂട്ടാൻ പോകണ്ട, നിങ്ങൾ 30ന്റെ ഇരട്ടി എടുത്താൽ മതി. അത് നിങ്ങൾക്കറിയാലോ. 1 3, പിന്നെ നിങ്ങൾക്ക് 1 3, അടുത്തത് 5 കൊടുത്തു. ഈ രീതിയിൽ നിങ്ങൾ നോക്കൂ. 5 ഉം 6ന്റെ പകുതി, അല്ലെങ്കിൽ 5 1 കൂട്ടിക്കഴിഞ്ഞാൽ 3ന്റെ ഇരട്ടി. അതേ രീതിയിൽ വരുന്നു. ശരി, നമുക്കിത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ആർക്കെങ്കിലും ക്ലിയർ ആവാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഓക്കെ, മൈക്ക് ഓൺ ആണ്. സാർ മനസ്സിലായില്ല. സാർ മനസ്സിലായി. ക്ലിയർ ആയിട്ടില്ല എന്ന് പറയുന്നു. മുഹമ്മദ് റഷാദ് ഒന്ന് സഹായിക്കാമോ? സഹായിക്കാം. യെസ് ഓർ നോ? യെസ്. അപ്പൊ മുഹമ്മദ് റഷാദ് ഒന്ന് ഇടപെട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കും. എന്താണ് ഈ സംഭവം? Okay, sir. The product of two alternative natural number is 255 എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റിനോട് 1 കൂട്ടി അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാല് നമുക്ക് വേഗം ഉത്തരം കിട്ടും. ഇവിടെ 255 നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1 കൂട്ടുക. അപ്പോൾ നമുക്ക് 256 കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 16 കിട്ടും. 256 സ്ക്വയർ റൂട്ട് 16 കിട്ടും. അതിന് മുൻപും ശേഷമുള്ള നമ്പർ കാണുമ്പോൾ 15ഉം 17ഉമാണ് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ്. ഈ 15ഉം 17ഉം കൂട്ടാനുള്ള എളുപ്പമാർഗം 16ന്റെ ഡബിൾ എടുക്കലാണ്. 16 × 2 32. ഈ ഒന്നിടവിട്ട 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം ഞാൻ നിങ്ങൾക്ക് 399 തരുന്നത് വിചാരിക്കുക. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദ്യം വരാം. തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിന്റെ ഗുണനഫലം, തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 399 ആയാൽ അവയുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ 399 1 കൂട്ടുക, എത്ര കിട്ടും? 400. ആ 400 സ്ക്വയർ റൂട്ട് 20 ആണ് നടുക്കുള്ള സംഖ്യ. അപ്പം അപ്പുറത്തെ ഇപ്പുറത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 20ന്റെ ഇരട്ടിയാണ് കിട്ടുക. 20ന്റെ ഇരട്ടി എത്രയാണ്? 40. കാരണം 20ന്റെ തൊട്ടിപ്പുറത്താണ് 19ഉം 20ന്റെ തൊട്ടപ്പുറത്താണ് 21ഉമാണ്. 19ഉം 21ഉം കൂട്ടുന്നതിന് ആളുകൾ എളുപ്പമാർഗമാണ് നടുക്കുള്ള 20ന്റെ ഇരട്ടി എടുക്കൽ. മനസ്സിലായോ? മിണ്ടാത്ത ഞാൻ മൈക്ക് ഓൺ ചെയ്ത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം വിളിച്ചു പറയൂ. ആരല്ലോ എന്തോ പൊരിക്കുന്നുണ്ടാണ്. ശരി, മൈക്കൊന്ന് മ്യൂട്ട് വെച്ചു. ശരി, വിളിക്കുന്നത് സാറേ, ഞാനിപ്പോ ക്ലാസ്സിലാണുള്ളത്. പറയും. അതെ, പോണം. അവിടെ 9 എത്തണം. പടിഞ്ഞാറ് പറയണേ. തലവണ എന്ന് പറഞ്ഞിട്ട് എത്തിയാൽ മതി. പടിഞ്ഞാറ് ഹൈസ്കൂൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തുതരാം. ഞാനിപ്പോ 6 ക്ലാസ് കഴിയും. അതുകൊണ്ട് 6 തന്നെ വിളിച്ചാൽ 6 ശേഷം. ശരി, ഇനി നമുക്ക് ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പിന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നുള്ള ഭാഗം എടുത്തിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ചേർത്ത് വെച്ച് വരേണ്ട ഒരു കാര്യമാണ് ക്യാപിറ്റൽ ലെറ്റർ സീരീസ്, വലിയ അക്ഷര ശ്രേണി എന്ന് പറയും മലയാളത്തിൽ. 3 മാർക്കിന്റെ ചോദ്യം അതിൽ നിന്നുണ്ടാവും. 5 മാർക്കിന്റെ ചോദ്യം കോഡിങ് ആൻഡ് ഡീകോഡിങ് ഉണ്ടാവും. ചിലപ്പോൾ 5 to 10 മാർക്കായിരിക്കാം. എന്തായാലും ഈ ചോദ്യങ്ങൾ ഇല്ലാതെ പോവില്ല ഒരു മാറ്റ് പേപ്പർ. അപ്പൊ നിങ്ങൾ പരീക്ഷാ ഹാളിലെത്തിയാല് നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ A ഒന്നാമത്താണെന്നും B രണ്ടാമത്താണെന്നും അങ്ങനെ നടുക്കുള്ള എല്ലാ എല്ലാ അക്ഷരങ്ങളും ഇപ്പൊ J 10 ആണെന്നും ജ്യേഷ്ഠൻ എന്ന് ഓർമ്മിച്ച് വെക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം കിട്ടുമല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ റഫ് പേജില് നിങ്ങൾ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ A, B, C എന്ന നമ്പർ എഴുതിയിട്ട് 1, 2, 3 ഇവയുടെ നമ്പേഴ്സ് ക്രമത്തിൽ എഴുതുന്നത് നല്ലതാണ്. കാരണം 8 മാർക്ക് കിട്ടണമെങ്കിൽ ആ ടേബിൾ നോക്കണം, അല്ലെങ്കിൽ ആ ടേബിൾ നിങ്ങളുടെ മനസ്സിൽ വരണം. ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഏത് നമ്പറിനെ കാണിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് A, B, C മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാം അറിഞ്ഞിരിക്കണം. അത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. അത് നേരിട്ടുള്ള ക്ലാസ്സിലാണ് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യത്തിൽ നിങ്ങൾ ആൻസർ പറയേണ്ടതായിരിക്കും. ഇപ്പം 2019 മാറ്റിൽ വന്ന ഒരു ചോദ്യം പരിചയപ്പെടാം. Z, Y, A, X, S, C, V, M, E, T,
ജി ജി ഡാഷ്. അടുത്തത് ഏതായിരിക്കും? പെട്ടെന്ന് കമന്റ് ചെയ്യാം. സർ പറയും. ഇതെടുത്തതാണ്. ഏത് സ്കൂൾ എടുത്തത്? GHS കുറ്റിയാടി. കുറ്റ്യാടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റ്യാടിക്കാരെ ശ്രദ്ധിക്കേണ്ട. എടുക്കാത്ത കുട്ടികളുണ്ടോ ഞാൻ നോക്കട്ടെ. വേറെ എവിടെയാണ് എടുക്കാത്തതുള്ളത് പറയൂ. നിങ്ങൾക്ക് അറിയാമോ? എടുത്തിട്ടുണ്ടോ? സാറേ മർക്കസിൽ എടുത്തില്ല. മർക്കസിൽ എടുത്തിട്ടില്ല. അപ്പൊ എടുത്ത കുട്ടികൾ അവിടെ ഇരുന്നോളൂ. ബാക്കിയുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക. ധ്യാന, ഇത് നിങ്ങൾക്ക് എടുത്തതാണോ? സർ എന്റെ സ്കൂളിൽ വന്നിട്ടില്ല. അപ്പൊ ശരി. അപ്പൊ വരാത്ത സ്കൂളിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഒന്നുകൂടി പഠിച്ചോളൂ. ശരി. ഈ ചോദ്യത്തിന് ആൻസർ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ടൈപ്പ് ചെയ്തത്? RAI ആണ്. എങ്ങനെയാണ് ഈ RAI കിട്ടുന്നത്? പറയും. സെഡും എക്സും തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്. ബിയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാണ്. ബിയും ടിയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പം ബൈ അപ്പം ടി കഴിഞ്ഞിട്ട് ശരി. പിന്നെ വൈയും എസും തമ്മില് ശരി ശരി. അത് ആറിന്റെ ഡിഫറൻസ് ഉണ്ടാവില്ലേ സാറേ? കുട്ടിയാണ് പറയുന്നത്. ഇപ്പൊ കുട്ടിയുടെ പേരെന്താ? നിവ രജീഷ്. ഏത് സ്കൂളാ? GHS കുറ്റ്യാടി. കുറ്റ്യാടി. അപ്പൊ കുറ്റ്യാടി സ്കൂൾ അത് കിട്ടിയത് കൊണ്ടാണ് അവർക്ക് പേം പറയാൻ കഴിഞ്ഞത്. അപ്പൊ മറ്റുള്ള സ്കൂളുകളിൽ അത് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ് നമ്മൾ ഇതായിരിക്കും പരിചയപ്പെടുത്തുക. ഏത്? ഈ ക്യാപിറ്റൽ ലെറ്റർ സീരീസ്. അതിൽ നിന്ന് 3 മാർക്കിന്റെയോ 5 മാർക്കിന്റെ ചോദ്യം സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ്? അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടില് ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇങ്ങനെ എഴുതുക. അത് ഞാൻ കഴിഞ്ഞ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എടുക്കുന്ന സമയത്ത് അയച്ചിട്ടുണ്ട് നോട്ട്സ്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി അയച്ചു തരാം. എന്നിട്ട് അത് ആദ്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ ആ സമയത്ത് എടുക്കാം. അടുത്ത ക്ലാസ്സിൽ അത് പരിചയപ്പെടാം. ഇപ്പൊ നമുക്ക് കൗണ്ടിങ് ഫിഗേഴ്സിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് എടുത്ത കുട്ടികളുണ്ടാവും. എടുത്ത കുട്ടികൾ വിളിച്ചു പറയേണ്ട. പിന്നെ അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ശരി. നമുക്ക് ആദ്യം കൗണ്ടിങ് ഫിഗേഴ്സിൽ വരുന്ന എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. ട്രയാങ്കിളിന്റെ മോഡൽസ് വരിക. അതൊക്കെ വിദ്യകളുണ്ട്. എളുപ്പ വിദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. ആ ട്രയാങ്കിളിനെ വീണ്ടും ഞാനിങ്ങനെ കട്ട് ചെയ്യാൻ. ചോദ്യം ഇതാണ്: ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഹിയർ? കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? കുട്ടികൾ എത്രയാണ് കമന്റ് ചെയ്യുന്നത് നോക്കണേ. സർ 16ഉം 6 ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കമന്റ് ചെയ്യുന്നുണ്ട്. 16 ആണ് ശരി. ഇത് ശരിയായ ഉത്തരം 16 ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം ഇതാണ്. ഈ ചെറുത് 1, 2, 3, 4, 5, 6 ത്രികോണങ്ങളാണ് ചെറുതുള്ളത്. ആ 6 അവിടെ മാറ്റി വെക്കുക. അപ്പം 6 ത്രികോണം 6 ചെറുത് മാറ്റി വെച്ചു. ഇനി നിങ്ങൾക്ക് 1ഉം 2ഉം ചേർന്നാൽ ഒരു ത്രികോണം കിട്ടും. 3ഉം 4ഉം ചേർന്നാൽ മറ്റൊരു ത്രികോണം കിട്ടും. 5ഉം 6ഉം ചേർന്നാൽ വേറൊന്ന് കിട്ടും. അപ്പൊ 6, 7, 8, 9 എന്നായി. ഇനി ബാക്കി വരുന്ന നോക്കിക്കോളെ ഇതെല്ലാം. അത് നിങ്ങൾക്കൊരു എളുപ്പമാർഗം, ഈ വാല് ഇങ്ങോട്ട് നീട്ടുക. വാല് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 1, 2, 3 ചേർന്ന് കഴിഞ്ഞാൽ ഒരു ത്രികോണം കിട്ടും. 4, 5, 6 ചേർന്ന് കഴിഞ്ഞാൽ വേറൊരു ത്രികോണം കിട്ടും വലുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ വാലിപ്പോ തൽക്കാലം ഒന്ന് മായ്ച്ചറിയാം. ശരി. ഇനി നമുക്ക് അടുത്ത വാല് എങ്ങോട്ട് നീട്ടുക എന്നുള്ളത് നോക്കാം. ഈ ഭാഗത്തേക്ക് നീട്ടുക. അപ്പൊ നമുക്ക് 1, 6, 5 എന്ന ഒരു ത്രികോണം കിട്ടും. 1, 6, 5. 1, 6, 5.
2, 3, 4 എന്ന മറ്റൊരു ത്രികോണം കിട്ടും. 2, 3, 4. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും കൂടി ഒന്ന് പോയി നോക്കാം. ഏത്? ഈ ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു. ഇനി ഈ ഭാഗത്തേക്കുള്ള വാലൊന്ന് നീട്ടി നോക്കാം. അവിടെ നമുക്ക് 2, 1, 6, 2, 1, 6 കിട്ടും. 3, 4, 5 കിട്ടും. ഇതെല്ലാം ഒന്ന് എണ്ണി വെക്കും. ഇതൊക്കെ വേറെ മാർഗമുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് എളുപ്പത്തിൽ പറഞ്ഞിട്ട് പറയാം. 1, 2, 3, 4, 5, 6, 7, 6, 13, 14, 15. 15 എണ്ണം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ആ 16ാമത്തത് എവിടെ എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. മുഴുവൻ ട്രയാങ്കിളും അപ്പൊ ഈ 6 ഒക്കെ കിട്ടിയ കുട്ടികൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് അങ്ങ് ആൻസർ ചെയ്തു കൊടുത്തത് 6 ഓപ്ഷനിൽ ഉണ്ടാവും. പെട്ടെന്ന് അങ്ങ് ആൻസറിലേക്ക് അങ്ങ് പോകരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടാണ് ഇതിലേക്ക് പോകാം. ഇനി നമുക്ക് ട്രയാങ്കിൾ വരുന്ന വേറൊരു രീതിയാണ്. അത് നിങ്ങൾക്ക് അവിടെ വൃത്തിയിൽ വരയ്ക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു സർക്കിൾ വരച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്കൊരു സർക്കിൾ ആദ്യം വരയ്ക്കാം. ആ സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിനെ നിങ്ങൾക്ക് 5 ഭാഗമാക്കും. 1, 2, 3, 4, 5. 5 ഭാഗമാക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റാർ വരയ്ക്കാൻ ശ്രമിക്കാം. 1, 2, 3, 4. അപ്പൊ അതൊരു വൃത്തി കിട്ടേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പൊ ഈ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് വായിച്ചറിയാം. സ്റ്റാർ മാത്രം അവിടെ വെക്കുക. നിങ്ങളത് വരയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വരയ്ക്കുന്നുണ്ടോ മക്കളെ? അപ്പൊ നിങ്ങൾ വരച്ചോ. ശരി ശരി. അപ്പൊ നമുക്ക് സ്റ്റാർ അവിടെ നിന്നു. ഇവിടെയുള്ള ചോദ്യം ഇതാണ്: ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഹിയർ? കുട്ടിക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉറക്കെ വിളിച്ചു പറയാം. മൈക്ക് ഓൺ ആണ്, പറഞ്ഞോളൂ. 10 അല്ലേ സാറേ? ഇതില് 10 എണ്ണാണ്. നിങ്ങൾ 10 പറഞ്ഞത് ശരിയാണ്. ഇതില് എത്ര ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 10 എണ്ണം. 10 എണ്ണം എന്ന് ഞാൻ പറയുമ്പോൾ ചെറുത് 5ഉം വലുതും 5ആണ്. 5 + 5 10 എണ്ണം. 10 എണ്ണം ഞാൻ എണ്ണി കാണിച്ചു തരാം. 1, 2, 3, 4, 5 ചെറുതുങ്ങൾക്ക് കിട്ടി. ആ 5 ചെറുത് കിട്ടിയാൽ 5+. ഇനി 5 വലുത് കിട്ടണമെങ്കിൽ ഈ മിഡിൽ എന്തെങ്കിലും കളർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരറ്റേ കൊടുക്കുക. എ എന്നറ്റേ പേര് കൊടുക്കുക. മിഡിൽ ഒരു പേര് കൊടുക്കുക. ഇപ്പൊ എ എന്ന് കൊടുക്കും. എന്നിട്ട് ഈ ഏതെങ്കിലും ഈ 4നെ ഒന്ന് തൽക്കാലം മറച്ചു വെക്കുക. ഈ 4നെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4നെ അവിടെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ മറച്ചു വെച്ച് കഴിഞ്ഞാൽ 5A2 എന്ന ഒരു ട്രയാങ്കിൾ വലുത് കിട്ടും. 5A2. അതുപോലെ 5A3 എന്ന് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് 5A2 കിട്ടി, 5A3 കിട്ടി. പിന്നെ ഏതാണുള്ളത്? 1A3 കിട്ടും. 1A3. ഇത് 3നെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 4നെ ഇവിടെ മറച്ചു വെച്ചു, പിന്നെ 5നെയും മറച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 കിട്ടും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ചെറുത് 5ഉം വലുത് 5ഉം ആയിട്ട് 10 എണ്ണാണ് ഇതിൽ കിട്ടുക. പക്ഷെ കഴിഞ്ഞ ക്ലാസ് ഒരു പരീക്ഷക്ക് ഓപ്ഷനിൽ വരെ തെറ്റ് കൊടുത്തിട്ടുണ്ട്. 8 എണ്ണാണ് മാക്സിമം കൊടുത്തത്. ഇതിൽ 10 എണ്ണം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഇനി കൂടുതൽ കൗണ്ടിങ് ഫിഗേഴ്സ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എടുക്കാനുള്ള ടോപ്പിക്കിനെ പറ്റി മാറ്റ് സാറ്റ് ആണെങ്കിൽ 5 മുതൽ 8 വരെയുള്ള എല്ലാ സാധനവും പഠിക്കണം. അത് സ്ക്വയർ നമ്പർ, പ്രൈം നമ്പർ, ക്യൂബിക് നമ്പേഴ്സ് എല്ലാം പഠിച്ചു വെക്കണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ സാറ്റ് നിങ്ങൾക്ക് തലേക്ക് വെക്കൂ. അതേ സ്ഥലത്ത് മാറ്റിൽ ഏകദേശം 30 ടോപ്പിക് ഉണ്ട്. ആ 30 ടോപ്പിക്കും ഞാൻ ഓരോന്നോരോന്ന് ഇപ്പൊ പറയാം. കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ പറയാം. ഇതിൽ ഏതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കണം. പ്രത്യേകിച്ച് കോഹോസ്റ്റ് എന്ന കാര്യം ഒന്ന് അറിയിക്കണം. അതിൽ ഞാൻ ഓരോന്നും പറയുകയാണ്. കോഹോസ്റ്റായ കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക, അവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാനത് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് മാറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ് അത് എടുക്കാത്തതെല്ലാം ഞാൻ ഓൺലൈനിൽ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ എടുത്തു തരാം.
ഓഫ്ലൈനിൽ ഞാൻ കുറെ സ്കൂളുകളിൽ പോകുന്നുണ്ട്. അപ്പൊ നേരിട്ട് അവിടുന്ന് കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓൺലൈനിൽ മാത്രം ആശ്രയിക്കുന്ന കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. സെന്റ് ജോസഫ് ബോയ്സിൽ ഇപ്പൊ അടുത്ത് ക്ലാസ് വെച്ചിട്ടുണ്ട്, അറിയാമല്ലോ അല്ലേ? നാളെ ക്ലാസ് ഉണ്ട് മുഹമ്മദ് റഷാദ്. അപ്പൊ അങ്ങനെ ഉള്ള സ്കൂൾ, ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും സ്കൂളുകൾക്ക് നേരിട്ട് ക്ലാസ് വരണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അവിടെ വന്ന് ക്ലാസ് എടുത്തു തരും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു കേന്ദ്രത്തിൽ ഒരു ക്ലാസ് വെക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. എല്ലാവരെയും ക്ലാസ് നേരത്തെ എന്റെ ക്ലാസ് കേൾക്കാത്ത കുട്ടികൾക്ക് അവരെ എല്ലാവരെയും അവിടെ ക്ഷണിച്ചുകൊണ്ട് ഒരു ദിവസം ക്യാമ്പ് ചെയ്തുള്ള ക്ലാസ്സിനെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദം ഞാൻ ഗ്രൂപ്പിലൂടെ ചോദിക്കും. ക്ലാസ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ അവിടെ വരണമെന്നില്ല, അല്ലാത്ത കുട്ടികൾക്ക് വന്നിട്ട് ആ ക്ലാസ് കേൾക്കാം. അപ്പം പഠിക്കാനൊരു ടോപ്പിക്ക് കോഡിങ് ആൻഡ് ഡീകോഡിങ്. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം മുഹമ്മദ് റഷാദ് അല്ലെങ്കിൽ ധ്യാന. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഇന്നതൊക്കെയാണ്. കാരണം പ്രധാനപ്പെട്ട ടോപ്പിക് അതിലൊക്കെ എന്തായാലും വരുന്നതാണ്, ശ്രദ്ധിക്കുക. അത് ഞാനിവിടെ എടുക്കാത്ത എനിക്കൊന്ന് പ്രത്യേകം അറിയിച്ചു തരണം. ഞാൻ ഓരോന്ന് വായിക്കുകയാണ്. 10-20 ടോപ്പിക് പ്രധാനപ്പെട്ട ടോപ്പിക് ഇപ്പം വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. നമ്പർ സീരീസ്, അതിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യം. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മിസ്സിംഗ് ദ നമ്പർ എന്ന് പറഞ്ഞിട്ട് കള്ളി കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പർ വിട്ടിട്ടുണ്ടാവും, അത് ഫില്ല് ചെയ്യുക. അതിന് ഇൻസേർട്ട് ദ മിസ്സിംഗ് എന്ന് പറഞ്ഞ് എത്തിക്ക് കൊടുക്കാറ്. പിന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ്. ക്യൂബ് ആൻഡ് ഡൈസ്. ക്യൂബ് ആൻഡ് ഡൈസിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ഇതൊക്കെ എല്ലാ സംഗതികളും വരണമെന്ന് നിർബന്ധവുമില്ല. അപ്പോ ചിലപ്പോൾ ചില ടോപ്പിക്കിൽ നിന്ന് വന്നില്ലാതെ വരാം, പക്ഷെ നമ്മൾ പഠിച്ചു വെക്കണം. എവിടുന്ന വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ക്യൂബൻ ഡൈസ് അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് തന്നെ നേരിട്ട് എടുക്കും. പിന്നെ കാലണ്ടറിന് ചോദ്യം ഉണ്ടാവും. പിന്നെ സമാന ബന്ധങ്ങൾ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അക്ഷര ശ്രേണി, ലെറ്റർ സീരീസ്, അതിനൊക്കെ പറഞ്ഞു. ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്. പിന്നെ വെൻ ഡയഗ്രാം, പിന്നെ ബോർഡ് മാസ്, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, കൗണ്ടിങ് ഫിഗേഴ്സ്, പ്രൊസീഡഡ് ബൈ ആൻഡ് ഫോളോഡ് ബൈ. അതൊക്കെ പേര് കേട്ട ബേജാറാണെങ്കിൽ ഈസിയാണ് സംഭവം. ബ്ലഡ് റിലേഷൻ, രക്തബന്ധം, പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ്, അതും കാണിക്കാം. റാങ്ക്, സ്ഥാനം, ഡിക്ഷണറിയിലെ നിർമ്മാണം, ഓഡ്മൻ ഔട്ട്, മീനിങ്ലെസ് ഇക്വേഷൻ, പിക്ചർ പാറ്റേൺ, ലൈൻ ആൻഡ് പൊസിഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ക്ലോക്ക് ആൻഡ് മിറർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. ഏതെങ്കിലും ഗൈഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഗൈഡിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ കോഹോസ്റ്റ് എന്താണെന്ന് അറിയിക്കണം. കാരണം ഓൺലൈനിൽ നമ്മളെല്ലാം തീർക്കും, എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ പറയും. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഓൺലൈനിൽ 2-3 ക്ലാസ്സിൽ കൃത്യമായിട്ട് കയറാത്ത കുട്ടികളെ ഞാൻ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. പിന്നീട് വിളിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തക്കതായ കാരണം എന്നെ അറിയിക്കണം. 1, 2, 3, 4 അങ്ങനെ 10 വരെ എന്നീ സംഖ്യകൾ കൊണ്ടല്ല നിശേഷം ഹരിക്കാൻ കഴിയുന്ന എക്സാക്ട്ലി ഡിവിസിബിൾ ആയ ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എ 2500, ഓപ്ഷൻ ബി 2520, ഓപ്ഷൻ സി 2640, ഓപ്ഷൻ ഡി 2920. ഈ ചോദ്യത്തിനാണ് നിങ്ങൾ ഇന്ന് കമന്റ് ചെയ്യേണ്ടത്. ഒരു ചോദ്യം തരുന്നുള്ള സമയക്കുറവുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ, തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.